അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകരും സ്വഹാബത്തും മക്കയിലൂടെ ഒരു മലഞ്ചെരുവിലൂടെ, ഒരു കുന്നിൻ ചെരുവിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ കാലഘട്ടത്തിൽ മക്ക എന്ന് പറയുന്നത് വളരെയധികം കാടുകളും കുന്നുകളും മലകളും നിറഞ്ഞ ഒരു വല്ലാത്തൊരു പ്രദേശമായിരുന്നു. ആ ഒരു പ്രദേശത്തിലൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ആ മലമുകളിലൂടെ കടന്നു പോകുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ആ മലമുകളിൽ കയറി കൊണ്ട് അവിടുന്ന് ചോദിക്കുകയാണ്, യാ സ്വഹാബാ, ഇന്ന് നമ്മൾ ഈ മലമുകളിൽ ഇവിടെ കയറി നിൽക്കുമ്പോൾ, ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത് സ്വഹാബാ എന്നവിടെ നിന്നതാ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അവിടുന്ന് സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്. ഇതങ്ങ് ചോദിക്കുമ്പോ പടച്ച റബ്ബേ, സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹു അതാ അവിടെ നിന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്നറിയോ? ഞങ്ങളുടെയും ഞങ്ങളുടെ സ്വഹാബത്ത്, ഞങ്ങളുടെ കൂട്ടുകാരായ ഞങ്ങളുടെ സ്വഹാബത്തിന്റെയും പടച്ച റബ്ബേ കൊച്ചു കൊച്ചു കൂരകളല്ലാതെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല നബിയെ. താഴോട്ട് നോക്കുമ്പോ ഈത്തപ്പന ഓലകളെ കൊണ്ട് മറക്കപ്പെട്ട ഞങ്ങളുടെയൊക്കെ പാവപ്പെട്ടവരായ കൂട്ടുകാരുടെ സ്വഹാബത്തിന്റെ കൊച്ചു കൊച്ചു കൂരകൾ മാത്രമാണ് നബിയെ കാണാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ അവിടെ നിന്ന് സഹാബത്തിനോട് പറയുകയാണ്, യാ സഹാബാ, ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഞാനിതാ ഒരുപാട് അത്ഭുതങ്ങൾ കാണുന്നുണ്ട് സഹാബാ എന്ന് പറഞ്ഞാൽ തത്വറിൽ മത്വരി മഴത്തുള്ളികളെ പോലെ ആകാശ ലോകത്ത് നിന്ന് ഇതാ ഭൂമിയിലേക്ക് ഫിത്നകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സഹാബാ. ഭൂമിയിൽ പല പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടിതാ പടച്ച റബ്ബേ അല്ലാഹുവിന്റെ വാനലോകത്ത് നിന്ന്, അല്ലാഹുവിന്റെ ആകാശ ലോകത്ത് നിന്ന് ഇതാ ഭൂമിയിലേക്ക് ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലേക്ക് ഇതാ ഫിത്നകൾ ഇറങ്ങുകയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, അല്ലാഹുവേ, ദുനിയാവിന്റെ തുടിക്കുമുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയും, ഒരുപാട് വിപത്തുകൾ നമുക്ക് കാണാൻ കഴിയും, ഒരുപാട് ഫിത്നകൾ നമുക്ക് കാണാൻ കഴിയും. പള്ളിക്കകത്തും ഫിത്നയാണ്, വീട്ടിലും ഫിത്നയാണ്, നാട്ടിലും ഫിത്നയാണ്, എവിടെയും ഫിത്നകൾ നമുക്ക് കാണാൻ കഴിയുമല്ലോ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഈ ഭൂമി ലോകത്തേക്ക് ഇതാ ഫിത്നകൾ ഇറങ്ങുന്നത് ഞാനിതാ കാണുന്നു സഹാബാ. ഖത്തറിൽ മത്തറി മഴത്തുള്ളികളെ പോലെയാണ് ഇറങ്ങുന്നത് സഹാബാ എന്നതാ അവിടെ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പല രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് ഫിത്നകൾ കടന്നു വരുമല്ലോ പടച്ച റബ്ബേ. നമ്മുടെ മുമ്പിലേക്ക് പല പ്രശ്നങ്ങളുമായിട്ട് പലരും കടന്നു വരുമല്ലോ, പല രീതിയിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലോ. അത് പ്രശ്നങ്ങളാകാം, അല്ലാഹുവേ, പ്രളയങ്ങളാകാം, അത് രോഗങ്ങളാകാം, പകർച്ചവ്യാധികളാകാം, മാറാവ്യാധി രോഗങ്ങളാകാം, പല പല രൂപങ്ങളിലായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമെന്നോ അതാ അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണോ. അതുകൊണ്ട് ജീവിതത്തിൽ ശ്രദ്ധിച്ചോ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് ബോധം തരണേ അല്ലാഹ്. പല പല രൂപങ്ങളിലായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എന്റെ പ്രിയമുള്ളവരെ വിപത്തുകളും ഫിത്നകളും വന്നുകൊണ്ടിരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്.
അല്ലേ? ഇന്ന് നമ്മുടെ മുമ്പിൽ നമുക്ക് എടുത്തു നോക്കിയാൽ കാണും പല രീതികളിലായിട്ട് ഫിത്നകൾ നമുക്കിങ്ങനെ ഇറങ്ങി വന്നിട്ട് പല പ്രശ്നങ്ങളും നമ്മുടെയൊക്കെ മഹല്ലത്തുകളിലും നമ്മുടെയൊക്കെ കുടുംബത്തിലും നമ്മുടെ വീടുകളിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? ഉണ്ട് എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ജീവിതത്തിൽ ഇതൊക്കെ ഒരു പരീക്ഷണങ്ങളാണ്. അല്ലാഹു തആല പഴയ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ഇറങ്ങുന്ന നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഫിത്നകൾ, നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സൗഭാഗ്യങ്ങൾ, ഇതെല്ലാം അല്ലാഹു തആല ഒരു മനുഷ്യനെ കൊടുക്കുന്നത് അത് പരീക്ഷണമായിട്ടാണ്. പല രീതിയിൽ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും, അല്ലേ? പല രീതിയിൽ അല്ലാഹു തആല പരീക്ഷിക്കും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. തീർച്ചയായിട്ടും ഒരു പ്രയാസം വരും, അല്ലേ? ഒരു പ്രയാസം ഒരു മനുഷ്യന് വന്നാൽ തൊട്ടടുത്ത് തന്നെ അല്ലാഹു തആല അതിന് വിജയം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളുണ്ട്, നമ്മുടെ വീടുകളിൽ പ്രശ്നങ്ങളുണ്ട്, കടങ്ങളുണ്ട്, അല്ലെ? പല രീതികളിൽ നമ്മൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുക, അല്ലേ? അല്ലാഹു തആല ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുക്കുന്നത് ആർക്കാണ്? ആ പടച്ച തമ്പുരാന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആർക്കാണോ ആ ഇഷ്ടമുള്ള ആൾക്കാണ് അല്ലാഹു തആല ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുക്കുന്നത്, അല്ലേ? അല്ലാഹു തആല ഇഷ്ടമുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ അവിടുന്ന് പരീക്ഷണം കൊടുക്കുന്നത്. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ടാണ് മഹാന്മാർ അവിടുന്ന് പാടിയത്, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ എടുത്തുകൊണ്ട് അതാ അവിടുന്ന് മഹാന്മാർ പാടുകയാ, വലാ ഹുസനൻ യദ്മു വലാ സുറൂറു വലാ ബുഅസൻ അലൈക വലാ റഖാഉ. എന്ന് നിലനിൽക്കുന്നതായ സന്തോഷം ദുനിയാവിലൊരു മനുഷ്യനും അല്ലാഹു തആല കൊടുക്കുന്നില്ല. അല്ലാഹു ദുനിയാവിൽ ഒരാൾക്ക് ഒരു സന്തോഷം കൊടുത്തു കഴിഞ്ഞാൽ അത് എന്നും തന്നെ നിലനിന്നോളണമെന്നില്ല. ഇന്നൊരാൾക്കൊരു ദുഃഖം കൊടുത്താൽ, ഇന്നൊരാൾക്കൊരു പ്രയാസം കൊടുത്താൽ നാളെ ചിലപ്പോൾ അവനിക്ക് അതിന്റെ ഇരട്ടിയായി അല്ലാഹു സന്തോഷങ്ങൾ കൊടുക്കുമല്ലോ. ഇന്നൊരാൾ ഒരു കാര്യത്തിൽ സന്തോഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അതിന്റെ ഉടനെ തന്നെ, ചിലപ്പോ പിറ്റേ ദിവസമാകാം അല്ലാഹു തആല സന്തോഷത്തിന് പകരം അല്ലാഹു സങ്കടങ്ങൾ കൊടുക്കുമല്ലോ. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുന്നതാണ്, ഇതെല്ലാം അല്ലാഹു നമ്മിലേക്ക് തരുന്നതാണ്. അതുകൊണ്ട് ഈ ദുനിയാവിലെ സങ്കടങ്ങളൊന്നും എന്നും തന്നെ നിലനിൽക്കുന്നതല്ല. ഈ ദുനിയാവിൽ അല്ലാഹു നമുക്ക് നൽകുന്ന സന്തോഷങ്ങളുണ്ടല്ലോ, ഈ സന്തോഷങ്ങൾ അവിടുന്ന് ഒരിക്കലും തന്നെ എന്നും തന്നെ നിലനിൽക്കുന്നതല്ല. എന്നും നിലനിൽക്കുന്ന സങ്കടം എവിടെയാ? അത് നരകത്തിലാണ്, നരകത്തിലാണ്, നരകത്തിലാ. എന്നും നിലനിൽക്കുന്ന ഏറ്റവും വലിയ പരദീസയുടെ സന്തോഷങ്ങൾ കടന്നു വരുന്നത് എവിടെയാ? അത് പടച്ച തമ്പുരാന്റെ സ്വർഗമാ. ആ പരിശുദ്ധമായ സ്വർഗത്തിൽ മാത്രമേ നമുക്ക് ഏറ്റവും എന്നും നിലനിൽക്കുന്നതായ സന്തോഷം നമുക്ക് ലഭിക്കൂ. ഈ ദുനിയാവിൽ നമുക്ക് സന്തോഷം എന്നും തന്നെ നിലനിൽക്കില്ല, സങ്കടങ്ങളെന്നും നിലനിൽക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറി മാറി വരുന്നതാണ്. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നമുക്ക് എന്നും സന്തോഷം ഉണ്ടാകൂല, അല്ലെ? എന്നും സങ്കടം അതും ഉണ്ടാകില്ല. എത്ര ആളുകൾ പ്രയാസപ്പെട്ട് ജീവിക്ക ദുനിയാവിൽ. പിന്നീട് കുറച്ച് കാലം കഴിയുന്ന സമയത്താണ് മക്കളൊക്കെ വലുതായി, അല്ലെ? നല്ല ജോലിയൊക്കെ ആയി, അവരൊക്കെ വീട്ടിനകത്ത് വലിയ വീട് വെച്ച് നല്ല രീതിയിൽ സന്തോഷത്തോടെ കഴിയുന്ന എത്ര ആളുകളുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒന്നും. എന്നും സന്തോഷം അതുണ്ടാകൂല. ഇനി എന്നും സങ്കടം അതും ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ഒരു മനുഷ്യനും അല്ലാഹു തആല കൊടുക്കുന്നതല്ല. എന്നും സങ്കടം ഉണ്ടാവും എവിടെ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ എല്ലാവരും പേടിക്കുന്ന നരകത്തിലാ. എന്നാൽ എന്നും സന്തോഷം ഉണ്ടാവും എവിടെ? അത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിലാ. മനസ്സിലായോ? അതാണ് അല്ലാഹു തആല എന്നും ഒരാൾക്ക് ദുനിയാവിൽ ഒരുപോലെയാക്കി കൊടുക്കൂല. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ നന്മകൾ ചെയ്യുക, അല്ലാഹുവിനെ അറിയുക.
ചില ആളുകൾക്ക് ഒരു സംശയമുണ്ടാകും അല്ലെ, ഞാനൊക്കെ ഒരുപാട് നമസ്കരിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് നോമ്പെടുക്കുന്നുണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്, എന്താണ് റബ്ബേ ഞാൻ ഒരുപാട് നമസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും എന്താണ് പടച്ചവനെ നീ എനിക്കിങ്ങനെ പരീക്ഷണങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നതല്ല. ഒരു പരീക്ഷണം വന്നാൽ, ഒരു അസുഖം വന്നാൽ അല്ലാഹുവേ പിന്നെയും അസുഖങ്ങൾ വരികയാണല്ലോ. ഒരു വേദന വന്നാ വീണ്ടും ഇങ്ങനെ ഒരുപാട് വേദനകൾ കടന്നു വരികയാണല്ലോ. പരീക്ഷണങ്ങളുടെ കൂമ്പാരങ്ങളെ കൊണ്ട് പടച്ച റബ്ബേ എൻ്റെ ജീവിതം ഞാനിതാ മടുത്തിരിക്കുകയാ. എന്തൊരു പരീക്ഷണമാണ് അല്ലാഹ് എന്നവിടുന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇതാ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരെയാണെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ മായങ്ങും റൗള കാണാനാ എന്നും കോതിയേറെയാ, എന്നും കോതിയേറെയാ. പടച്ച റബ്ബേ മദീനയുടെ മണവാളനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്, ആ മദീനയിൽ അന്തിയിറങ്ങുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആ പച്ചക്കപ്പയുടെ ചാരത്തന്തിയിറങ്ങുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, ആ മുത്തുനബിയാണ് പടച്ച റബ്ബിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത്. എന്നാ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് അല്ലാഹ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ കൊടുത്തതായിരിക്കുന്നറിയോ? ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ആ പ്രവാചകനാണ് അല്ലാഹു തആല ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുള്ളത്. എന്നാ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സകാത്തുകൾ കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറകൾ കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ജീവിതത്തിൽ പ്രയാസങ്ങളാണ്, ജീവിതത്തിൽ പരീക്ഷണമാണല്ലോ. ഉസ്താദേ പരീക്ഷണങ്ങൾക്ക് ഒരിക്കലും തന്നെ അറുതി ലഭിക്കുന്നില്ല എന്നവിടെ നിന്ന് സങ്കടം പറയുന്ന, എന്ന് വേദനകൾ പറയുന്ന എത്രയോ ഉമ്മമാരാ, എത്രയോ ബാപ്പമാരാ. പടച്ച റബ്ബേ ഒരിക്കലും തന്നെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ട് ഒരു വിജയവും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട വാപ്പാ, അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, അശദ്ദുന്നാസി ബലാഅ അൽ അംബിയാ, ഏറ്റവും കൂടുതൽ അല്ലാഹ് പരീക്ഷണങ്ങൾ കൊടുക്കുന്നത്, ഏറ്റവും പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുള്ളത് അത് അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്കാ. പ്രവാചകന്മാർ അല്ലാഹ്ക്ക് ഇഷ്ടമില്ലെന്ന് പറയാൻ കഴിയുമോ? പ്രവാചകന്മാർ അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് പരീക്ഷണങ്ങൾ കൊടുത്തതെന്ന് പറയാൻ ഈ പാപികളായ നമ്മളെ കൊണ്ട് കഴിയുമോ? ഇല്ല, ഇല്ല. പിന്നെ ആർക്കാണ് പരീക്ഷണങ്ങൾ കൊടുക്കുന്നത്? പിന്നെ ആരാണ് അതുമായി ഈമാന് കൂടുതലുള്ള ആളുകാരാ? പിന്നെ ഈമാന് കൂടുതലുള്ള ആളുകാരാ? അവർക്ക് പിന്നീട് അങ്ങനെ പരീക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാ, വേദനകൾ കൊടുത്തുകൊണ്ടിരിക്കുമല്ലോ. യുബതലുർ റജുൽ അലാ ഹസ്ബി ദീനിഹി, ഏതൊരു മനുഷ്യനും അവന്റെ ഹൃദയത്തിനകത്തോ എങ്ങനെയാണ് ദീൻ അവന്റെ ഹൃദയത്തിനകത്തുള്ളത് അതുപോലെ അല്ലാഹു തആല അവനെ പരീക്ഷിക്കുമെന്ന് അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാ. നിന്റെ ഹൃദയത്തിൽ ഈമാൻ അല്ലാഹു തആല തന്നിട്ടുണ്ടെങ്കിലോ, നീ ഈമാൻ അവിടുന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിലോ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ നീ കടന്നു പോകേണ്ടി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തതായിരിക്കാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ആ മുത്തുനബി അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ അള്ളാഹ് സ്നേഹിക്കുന്നത് ആരെയാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. റസൂലുള്ളാഹിനെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹിയും ഹബീബും മഹബൂബും, ആ ഹബീബും മഹബൂബും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് തെളിവുകൾ നമുക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് ആ ഒരു ബന്ധത്തിനിടയിൽ അവിടുന്ന് പരീക്ഷണങ്ങൾ കൊടുക്കുന്നത് റസൂലുള്ളാഹിനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണെന്ന് പറയാൻ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ കൊണ്ട് കഴിയില്ല, അല്ലേ? നമ്മളെ കൊണ്ട് ഒരിക്കലും കഴിയില്ല, നമുക്കതിന് സാധ്യമല്ല. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ദീനിനനുസരിച്ച്, ഹൃദയത്തിൽ ഈമാനിനനുസരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരീക്ഷണങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. എന്ത്? ഹൃദയത്തിനകത്ത് ഈമാനിനനുസരിച്ചിട്ട് അല്ലാഹു തആല നമുക്ക് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നുകൊണ്ടേയിരിക്കും. അത് കടങ്ങളാകാം, രോഗങ്ങളാകാം, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടലാകാം, മറ്റുള്ളവരുടെ കുത്തുവാക്കുകളാകാം, ജോലി നഷ്ടപ്പെടലാകാം, അല്ലേ? നമ്മൾ അപകടങ്ങൾ സംഭവിക്കലാകാം, വീട് നഷ്ടപ്പെടലാകാം, അല്ലെ? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങളുടെ വഴികളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ കുറെ നിസ്കരിക്കുന്നുണ്ട്, കുറെ നോമ്പെടുക്കുന്നുണ്ട്, പഠിച്ചവനെ, എന്നിട്ട് നമുക്ക് സംശയ, എന്താ റബ്ബേ ഞാൻ എന്തെങ്ങനെ പരീക്ഷിക്കപ്പെടുന്നത്? എന്നെ പഠിച്ചവന് വേണ്ടേ? എന്റെ നിസ്കാരമൊന്നും അല്ലാഹ് ഇഷ്ടപ്പെടുന്നില്ലേ? അതുകൊണ്ടാണോ? ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കും. ചിന്തിക്കരുത്. ആ ഭാഗത്തേക്ക് നോക്കാതെ മുന്നോട്ട് നമ്മൾ ചിന്തിക്കുക, മുന്നോട്ട് നമ്മൾ ചിന്തിക്കുക. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതാ വീണ്ടും അവിടുന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ, ഫഇൻ കാന ദീനഹു സുൽബാ, അവന്റെ ദീൻ അവിടുന്ന് ഉറച്ചതാണെങ്കിലോ, ആത്മാർത്ഥമായിട്ട് അവിടുന്ന് ഉറച്ച ദീനാണ്, ഈമാനാണ് അവന്റെ ഹൃദയത്തിലെങ്കിലോ, അവന്റെ ഈമാൻ അവിടെ നിന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പരീക്ഷണങ്ങൾ തരികയാ. അല്ലാഹ് എന്തിനാണ് പരീക്ഷണങ്ങൾ തരുന്നതെന്ന് മനസ്സിലായോ ഉമ്മ? നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ഈമാനുണ്ടല്ലോ, അത് ഉറച്ചതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. നമ്മുടെ ഉറച്ചതായ ഈമാനിന്റെ ഉടമയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരീക്ഷണങ്ങൾ തരുന്നത്. ഒരു രോഗം കൊടുക്കുമ്പോ അവന് എന്നെ ഓർക്കുന്നുണ്ടോ? എന്റെ അടിമ എന്നെ ഓർക്കുന്നുണ്ടോ? കടങ്ങൾ കൊടുക്കുമ്പോ പടച്ച റബ്ബേ അവൻ നമസ്കാരം ഒഴിവാക്കുന്നുണ്ടോ? അവന്റെ ജോലി നഷ്ടപ്പെടുത്തുമ്പോ പടച്ച റബ്ബേ അവർക്ക് വേദനകൾ കൊടുക്കുമ്പോ, അവന്റെ ഉറ്റവര് മരിക്കുമ്പോ, ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ അവന്റെ മുമ്പിലേക്ക് ധാരധാരയായി കടന്നു വരുമ്പോ അവന് എന്നെ ഓർക്കുന്നുണ്ടോ? അവന്റെ ഹൃദയത്തിൽ അചഞ്ചലമായി എന്നോടുള്ള സ്നേഹം നിലനിർത്തുന്നുണ്ടോ എന്നവിടുന്ന് അറിയാൻ പടച്ച റബ്ബേ നമ്മൾ മനസ്സിലാക്കേണ്ടതാ. അവിടുന്ന് പടച്ച റബ്ബ് നമ്മുടെ മുമ്പിലേക്ക് പരീക്ഷണങ്ങൾ തരികയാ, വീണ്ടും അവിടുന്ന് പരീക്ഷണങ്ങൾ തരികയാണ്. അതുകൊണ്ട് നോമ്പിനെ ഒഴിവാക്കല്ല, നമസ്കാരത്തെ ഒഴിവാക്കല്ല, അല്ലാഹുവിനെ കുറ്റം പറയല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അല്ലാഹു തആല പരീക്ഷണങ്ങൾ തരും. മനസ്സിലായില്ലേ? അല്ലേ? എന്തിനാ തരുന്ന മനസ്സിലായോ? നമ്മുടെ ഈമാൻ അളക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നമുക്ക് നൽകും. അല്ലേ? അല്ലാഹു തആല സ്വർഗ്ഗം നമുക്ക് നൽകും. നമ്മളൊരു ജോലി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയി, നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, +2 ഡിഗ്രിന്റെയും PhDന്റെയും ഒക്കെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അതിന് സർട്ടിഫിക്കറ്റ് ആയിട്ടുണ്ട്, അതിനനുസരിച്ച മാർക്ക് ആയിട്ടില്ല. ആ മാർക്ക് ആവണ്ടേ, അല്ലേ? അതിന് ആ മാർക്ക് ആവണ്ടേ. ഇത്ര ശതമാനം മാർക്ക് ഉണ്ടെങ്കിലേ 10ാം ക്ലാസ്സില് നമുക്ക് ഇത്ര ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് +1 അവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ.
നമുക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ട്, പക്ഷെ അതിന്റെ ശതമാനം കൂടെ നമുക്കാകണം അല്ലെ. ഇത്ര ശതമാനം എന്ന കണക്ക് ആകാനുണ്ട്. ആ ശതമാനത്തിന്റെ കണക്കായാലേ നമുക്ക് അവിടെ സീറ്റ് കിട്ടുള്ളൂ. മനസ്സിലായോ? എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, എല്ലാ നന്മകളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് പൂർണ്ണമാകുന്നുണ്ടോ എന്ന് നമ്മൾ പടച്ചവനും കൂടെ ഒന്ന് ബോധ്യപ്പെടണ്ടേ അല്ലെ? ഇത് പൂർണ്ണമാകുന്നുണ്ടോ എന്ന് ബോധ്യപ്പെടണ്ടേ? അത് ഏതിലൂടെ ബോധ്യപ്പെടുക? ഒരിക്കൊരു പരീക്ഷണം കൊടുത്താൽ മനസ്സിലാകും. എനിക്ക് ഒരു പരീക്ഷണം കൊടുത്താൽ എന്താകും? മനസ്സിലാക്കാൻ കഴിയും ഓന്റെ ഈമാൻ പൂർണ്ണമായിട്ടുണ്ടോ. അത് ആളുകൾക്കിടയിൽ മാത്രമാണോ ഈ തലപ്പാവും തലയെക്കെട്ടും പർദ്ദയും മക്കനെ കെട്ട് നടക്കുന്നത് എന്ന് എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കാൻ കഴിയും. അവന്റെ നമസ്കാരങ്ങളൊക്കെ അതോ ജനങ്ങൾക്കിടയിൽ മാത്രമാണോ, അതോ ടോട്ടലായിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യാൻ കഴിയും? മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അത് നമുക്ക് ബോധം. പല പരീക്ഷണങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതുകൊണ്ട് ഒരുപാട് നന്മ ചെയ്തിട്ട് ജീവിക്കുക. അള്ളാഹു ബോധം തരട്ടെ. പരീക്ഷണങ്ങൾ അള്ളാഹു തആല നമുക്ക് തന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഒരാൾ കടന്നു വരും. ദുനിയാവിൽ അള്ളാഹു തആല പല പരീക്ഷണങ്ങൾ തരുമ്പോൾ ആ പരീക്ഷണങ്ങൾക്കിടയിലൂടെ ഒരു ചങ്ങാതി കടന്നു വരാണ്ട്. അതാരാ? ഇബ്ലീസുൽ ലഈൻ, ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ്. ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണം. അവന്റെ ആ ഒരു ശർറിൽ നിന്ന്, ആ ഒരു വല്ലാത്ത അദാബിൽ നിന്ന് അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കണം അല്ലേ? ആ ലഅനത്താക്കപ്പെട്ടവനാണ് അവൻ. അപ്പൊ അതിൽ നിന്ന് അല്ലാഹു തആല നമുക്ക് മോചനം നൽകണം അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് നമ്മൾ പറയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ദുനിയാവിൽ അള്ളാഹു തആല പരീക്ഷണങ്ങൾ തരുമ്പോൾ ആ പരീക്ഷണങ്ങളുടെ ഇടയിലൂടെ കടന്നു വരുന്നതാരാണ്? പടച്ച റബ്ബേ, ആ പരീക്ഷണത്തിന്റെ ഉള്ളിലൂടെ കടന്നു വരുന്നതാരാ? അല്ലാഹ് ശപിക്കപ്പെട്ടവനായ ഇബ്ലീസ് അവിടെ നിന്ന് കടന്നു വരികയാണ്. ഇബ്ലീസ് അവിടെ നിന്ന് കടന്നു വന്നിട്ട് പടച്ച റബ്ബേ അവിടെ നിന്ന് പറയുകയാ, നീ ഒരുപാട് നമസ്കരിക്കുന്നുണ്ടല്ലോ, നീ ഒരുപാട് നോമ്പെടുക്കുന്നുണ്ടല്ലോ, നീ സുന്നത്തുകളെ നമസ്കരിക്കുന്നുണ്ട്, നീ സകാത്ത് കൊടുക്കുന്നുണ്ടല്ലോ, എല്ലാ സൽക്കർമ്മങ്ങളും നിന്റെ ജീവിതത്തിൽ നീ ചെയ്തിട്ട് പോലും എന്തുകൊണ്ടാണ് നിനക്ക് അല്ലാഹ് പരീക്ഷണങ്ങൾ തരുന്നത്? നിന്റെ ജീവിതത്തിന് വിഷമങ്ങൾ അല്ലാഹ് തരുന്നത്? നീ എന്തേ നിന്നോട് നമസ്കരിക്കാൻ പറഞ്ഞത് നിന്റെ റബ്ബ് തന്നെയാണെന്നല്ലേ നീ പറയുന്നത്? എന്നിട്ടും ഇതാ നിന്റെ ജീവിതത്തിൽ അല്ലാഹു വിഷമങ്ങൾ തന്നിരിക്കുകയാണ്, വേദനകൾ തന്നിരിക്കുകയാണ്. പിന്നെ ഇതെല്ലാം സത്യമാണോ? നീ എന്തിനാ നമസ്കരിക്കുന്നത്? നീ എന്തിനാ നോമ്പെടുക്കുന്നത് എന്നവിടുന്ന് ചോദിച്ചുകൊണ്ട് ഇബ്ലീസ് കടന്നു വരികയാണ്. അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വരുന്നത്, ഒരുപാട് നമസ്കരിച്ചിട്ടുണ്ട് അല്ലാഹ്, ഒരുപാട് നോമ്പെടുത്തിട്ടുണ്ടല്ലോ, ഇന്നേ വരെ എനിക്ക് നന്മ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ, എന്റെ ജീവിതത്തിൽ എനിക്ക് രക്ഷ ലഭിച്ചിട്ടില്ലല്ലോ, എനിക്ക് കടങ്ങളാണ്, രോഗങ്ങളാണ്, എന്റെ ജോലി നഷ്ടപ്പെടുകയാണ് എന്നൊക്കെ നമ്മുടെ ഹൃദയാന്തരത്തിനകത്ത് നമുക്ക് ചിന്ത വരികയാ. പിന്നെ നമസ്കരിച്ചിട്ട് എന്താ കാര്യമുള്ളത്? നോമ്പെടുത്തിട്ട് എന്താ കാര്യമുള്ളത്? ജീവിതത്തിൽ ഇഷ്ടമുള്ളതുപോലെ കടന്നുപോയാൽ അതാണല്ലോ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയമെന്ന്. അതാ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വരികയാ, നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വരികയാ. മനസ്സിലായോ? നമ്മുടെ ഹൃദയത്തിനകത്ത് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് വന്നിട്ട് ഇങ്ങനെ വല്ലാതെ സ്ക്രൂ തിരിക്കും. എടാ, നീ കുറെ നിസ്കരിച്ചില്ലേ, കുറെ നോമ്പെടുത്തില്ലേ, കുറെ നന്മ ചെയ്തില്ലേ, എന്നിട്ട് നോക്ക് നിന്റെ ജീവിതത്തിൽ മുഴുവൻ പരീക്ഷണങ്ങളാണ്, നിന്റെ ജീവിതത്തിൽ മുഴുവൻ വേദനകളാണ്, പിന്നെ എന്തിനാ നീ ഇതൊക്കെ ചെയ്ത? ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലടാ എന്ന് നിന്നെ പിയപ്പിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുക. അല്ലാഹു ബോധം നൽകട്ടെ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അധികാരം കൊടുത്തു, ഒരുപാട് നന്മകൾ കൊടുത്തു, ജീവിതത്തിൽ എല്ലാം കൊടുത്ത് സന്തോഷത്തോടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക, ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാണ്. പടച്ച റബ്ബേ, പെട്ടെന്നാണ് അവിടുന്ന് രോഗം കൊടുക്കുകയാ. അല്ലാഹുവേ, ശരീരം മുഴുവനും പടച്ച റബ്ബേ മുറിവരികയാണ്, ചൊറിവരികയാണ്. അല്ലാഹുവേ, ശരീരം വല്ലാതെ ദുർഗന്ധമാകുകയാണ്. അല്ലാഹ്, സമ്പത്ത് നഷ്ടപ്പെടുകയാ.
തന്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യമാര് അല്ലാഹുവേ നഷ്ടപ്പെട്ടു പോയല്ലോ, മക്കള് മരണപ്പെടുകയാണല്ലോ. തന്റെ നെല്ല് കൊണ്ടും പടച്ചുറപ്പേ ഗോതമ്പ് കൊണ്ടും ബാർല് കൊണ്ടുമൊക്കെ ഉണ്ടായിരുന്ന പടച്ചുറപ്പേ നദിക്കളങ്ങളെല്ലാം നശിച്ചു പോവുകയാണല്ലോ. വീട് കൊട്ടാരങ്ങളെല്ലാം നശിക്കുകയാണ്, സമ്പത്തെല്ലാം നശിച്ചു പോവുകയാണ്. പടച്ചുറപ്പേ ശരീരം മുഴുവൻ രോഗം പിടിച്ചിരിക്കുകയാണ്. അല്ലാ പടച്ചുറപ്പേ അവസാനം ഒറ്റക്ക് താമസിക്കുകയാണ്. കൂടെ ഒരു ഭാര്യ മാത്രമാണ് അല്ലാഹു സഹായത്തിന് കൊടുത്തത്. പടച്ചുറപ്പേ ഒരുപാട് സുഖസുന്ദരമായ രീതിയില് പടച്ചുറപ്പേ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവസാനം പരീക്ഷണത്തിന്റെ പടുകുഴിയിൽ പെട്ടുപോയപ്പോ അവിടെ നിന്ന് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ ഒരാൾക്ക് പോലും തന്റെ അടുത്തേക്ക് കടന്നു വരാൻ കഴിയുന്നില്ല, ഒരാൾക്ക് പോലും അടുത്തേക്ക് കടന്നു വരാൻ കഴിയുന്നില്ല. അത്രത്തോളം ദുർഗന്ധമായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിന്. പടച്ചറബ്ബേ അങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയാ. അല്ലാഹുവേ തന്റെ ഭാര്യ ഒരിക്കലും തന്റെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരല്ലയോ? നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾ ചോദിക്കുന്നത് പടച്ച തമ്പുരാന് തരുമല്ലോ. നിങ്ങളുടെ ഈ അസുഖം മാറ്റാൻ നിങ്ങളൊന്ന് അല്ലാഹുവോട് ദുആ ചെയ്തുകൂടെ? നിങ്ങളൊന്ന് അല്ലാഹുവോട് ദുആ ചെയ്തുകൂടെ? പടച്ച റബ്ബേ ഇതങ്ങ് പറയേണ്ട താമസമുണ്ടല്ലോ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നു, പെണ്ണേ ഒരുപാട് അധികാരം അല്ലാഹു തന്നല്ലോ, ഒരുപാട് സമ്പത്ത് അല്ലാഹു തന്നല്ലോ, ഒരുപാട് നന്മകൾ അല്ലാഹു നമുക്ക് തന്നല്ലോ. അന്ന് എന്തെങ്കിലും ഒരു കാര്യം പടച്ചവനോട് ചോദിക്കാൻ ഇന്നേവരെ നീ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ കിട്ടിയതിന്റെ അനുഗ്രഹത്തിന് വേണ്ടി എങ്ങാനും അല്ലാഹുവോട് ചോദിക്കാൻ നീ പറഞ്ഞിട്ടുണ്ടോ എന്നവിടുന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ അതാ അയ്യൂബ് നബി അല്ലാഹുവോട് ദുആ ചെയ്തിരുന്നത് ഒറ്റ കാര്യം മാത്രമാ, എന്റെ നാക്കിലേക്ക് നീ അസുഖം പടർത്തല്ല അല്ലാ. അവിടെ നിന്ന് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്നവിടുന്ന് ദിക്റുകളും തഹ്ലീലുകളും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാത്തതൊന്നും ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അയ്യൂബ് നബി ഇങ്ങനെ ദിവസങ്ങൾ കടക്കുകയാണ്. അവസാനമതാ അസുഖം തന്റെ നാക്കിലേക്ക് പടരുകയാണ്. അപ്പോഴാണ് അല്ലാഹുവോട് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ നാക്കിലേക്കും കൂടെ നീ അസുഖം തന്നാൽ പടച്ച റബ്ബേ പിന്നെ എന്റെ ജീവിതത്തില് അല്ലാഹുവിനെ സ്തുതിക്കാൻ എനിക്ക് കഴിയില്ല. അല്ലാഹ് നിന്നെ കുറിച്ച് നന്മ പറയാൻ എനിക്ക് കഴിയില്ല അല്ലാഹ് എന്നിവിടുന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, അവിടെ നിന്ന് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു നാക്കിന്റെ അസുഖം അവിടുന്ന് എടുത്തു കളയുകയാണ്. പടച്ച റബ്ബേ പരീക്ഷണത്തിൽ പതറിയില്ല, അല്ലാഹുവിന്റെ മുമ്പിൽ പരാതി പറഞ്ഞില്ല, വേവനാതിപ്പെട്ടില്ല. എന്റെ റബ്ബ് എനിക്ക് തരുന്നത്, എന്റെ സിട്ടാവായ പടച്ച തമ്പുരാൻ എനിക്ക് തരുന്നത് ഇരു കരങ്ങളും നീട്ടി ഞാൻ സ്വീകരിക്കുകയാണ് എന്ന് നീയത്തോടുകൂടി ആത്മാർത്ഥമായിക്കൊണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഇരുന്നപ്പോ അല്ലാഹുണ്ടല്ലോ അവസാനമതാ പടച്ച റബ്ബേ നഷ്ടപ്പെടുത്തിയതിനേക്കായി ഇരട്ടിയായിട്ട് അല്ലാഹ് അവിടുന്ന് തിരിച്ചു കൊടുത്തെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നഷ്ടപ്പെട്ടു പോയ ബാർലിയുടെയോ ഗോതമ്പിന്റെയും കളങ്ങളുണ്ടല്ലോ, അത് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമായി അല്ലാഹ് നിറക്കുകയാ. പടച്ച റബ്ബേ നഷ്ടപ്പെട്ട ഭാര്യമാരെ തിരിച്ചു കൊടുത്തു, മക്കളെ തിരിച്ചു കൊടുത്തു, സമ്പത്ത് ഇരട്ടിയായി തിരിച്ചു കൊടുത്തു, നഷ്ടപ്പെട്ടത് ഇരട്ടിയായിട്ട് അല്ലാഹ് തിരിച്ചു കൊടുത്തല്ലോ. പിന്നീടുള്ള ജീവിതം വല്ലാത്ത സന്തോഷമാ.
പടച്ചുറപ്പേ വർഷങ്ങളോളം അവിടുന്ന് പരാജയപ്പെട്ടിട്ടോ പരീക്ഷണങ്ങളിൽ പെട്ടിട്ടോ അള്ളാഹിനോട് പരാതി പറഞ്ഞില്ലെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഒരു തലവേദന വരുമ്പോ ഒരു പനി വരുമ്പോ പടച്ചുറപ്പേ ചെറിയൊരു വിഷമം വരുമ്പോ ആർത്തട്ടഹസിച്ചിട്ടോ പടച്ചുറപ്പിനെ അവിടുന്ന് വല്ലാതെ കുറ്റപ്പെടുത്തിട്ടോ അള്ളാനെ പരി പറഞ്ഞിട്ടോ പടച്ചുറപ്പേ ഇത് എന്തൊരു കഥയാണെന്ന് ചോദിച്ചിട്ടോ വേവരാതിപ്പെട്ട് നടക്കുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ടെന്നറിയോ എത്രയോ ചെറുപ്പക്കാരുണ്ടെന്നറിയോ ചെറിയ ചെറിയ വേദനകൾ വരുമ്പോ പടച്ചുറപ്പേ ഒരു കയറെടുത്തിട്ട് ജീവിതം നഷ്ടപ്പെടുത്തുന്ന എത്രയോ ആളുകളാ ഒരു ബ്ലേഡുമേ പടച്ചുറപ്പേ എന്തെങ്കിലും വിഷങ്ങൾ കഴിച്ചിട്ടൊക്കെ പടച്ചുറപ്പേ ജീവിതം നഷ്ടപ്പെടുത്തുന്ന സൂസൈഡ് ചെയ്യുന്ന ആത്മഹത്യ ചെയ്യുന്ന എത്രയോ ആളുകളാ വേണ്ട വാപ്പ വേണ്ട ഉമ്മ പരീക്ഷണങ്ങൾ പല രീതികളിലാണ് നിങ്ങൾക്ക് തരുന്നത് മക്കളെ കൊണ്ടാകാം സമ്പത്ത് കൊണ്ടാകാം സ്വന്തം ശരീരങ്ങളെ കൊണ്ടാകാം മനസ്സ് കൊണ്ടാകാം പടച്ചുറപ്പേ രോഗങ്ങളെ കൊണ്ടാകാം ഇതെല്ലാം അല്ല പരീക്ഷണങ്ങൾ തരുന്ന വരികളാണ് അതിലൊന്നും പതറല്ലേ വേദനകളിൽ ക്ഷമിച്ചുകൊണ്ട് നിന്ന അല്ല നിനക്ക് വലിയ വലിയ വിജയങ്ങൾ തരുമല്ലോ ഇതെല്ലാം പറയുന്നത് ആദ്യം എന്നോടോ നിനക്കൊരു പനി വരുമ്പോ വേദനകൾ വരുമ്പോ നീ ക്ഷമിച്ചാൽ ഒരു സമയത്ത് അല്ല നിന്നെ വിജയിപ്പിക്കുന്നതാണ് നിന്നെ അള്ളാഹു വിജയിപ്പിക്കുന്നതാണ് എന്റെ നഫ്സിനോട് ഞാൻ സ്വന്തം എന്റെ ഹൃദയത്തോട് ഞാൻ സംസാരിക്കുകയാ എന്നിട്ടാ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയുന്നത് അല്ലാഹുവേ ഈ പാപികളായ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷങ്ങളോളം അവിടുന്ന് പരീക്ഷണങ്ങൾ കൊടുത്തു മാസങ്ങളോളം പരീക്ഷിച്ച് വർഷങ്ങൾ പരീക്ഷിച്ചിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോടൊരു പരാതി പോലും പറഞ്ഞില്ല എന്തേ അവിടുന്ന് പരാതി പറയുന്നേ ഈ രോഗങ്ങളൊക്കെ അള്ളാഹ് തരുന്നത് പരീക്ഷണാണെന്ന് അയ്യൂബ് നബിക്ക് മനസ്സിലായി നമുക്കത് മനസ്സിലാകണില്ല നമ്മളെന്താ പറയാ പടച്ചോനെ ഞാൻ എത്ര ദുആ ചെയ്തിട്ട് ഈ കേൾക്കണില്ലല്ലോ അള്ളാഹ് നമ്മളെ എന്നെ കേൾക്കുന്നില്ല എന്നാ തോന്നണേ അല്ലേ അങ്ങനെ പറയില്ലേ അള്ളാഹ് എന്നെ അറിയണില്ല എന്നാ തോന്നണേ അള്ളാഹ് എന്നെ കൈവിട്ടു എന്നാ തോന്നണേ പല ആളുകളും പറയാറുണ്ട് അള്ളാഹു ബോധം തരട്ടെ അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അള്ളാഹിന്റെ വിശുദ്ധ ഖുർആൻ പറയാ നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ ആ പ്രയാസത്തിന്റെ ഉപരിയായിട്ട് നിങ്ങൾക്ക് എളുപ്പം വരുമെന്ന് അള്ളാഹിന്റെ വിശുദ്ധ ഖുർആൻ അവിടുന്ന് 2 പ്രാവശ്യം നമ്മെ ഓർമ്മപ്പെടുത്താറ് ഈ ആയത്തിറങ്ങിയത് എപ്പോഴെന്നറിയോ ഈ ആയത്തിറങ്ങിയത് ഒരു വല്ലാത്ത പ്രയാസഘട്ടത്തിൽ തന്നെയാ മനസ്സിലായോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായി ഖുർആനിലെ ആയത്തിറങ്ങിയത് എപ്പോഴെന്നറിയോ പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരു യുദ്ധം ഇതാ കടന്നു വരികയാ പടച്ചറബ്ബേ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു അതാ മഹാനവരുടെ നേതൃത്വത്തിലാണ് പടച്ചറബ്ബേ സംഘം പുറപ്പെടുന്നത് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് പറയുകയാണ് തങ്ങളെ നമുക്ക് ഇസ്ലാമിന്റെ ഒരു യുദ്ധം കടന്നു വരികയാണ് ഒരു യുദ്ധം കടന്നു വരികയാണ് ആവശ്യം വന്നിരിക്കുകയാണ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനെയോ അവിടുന്ന് ഒരുപാട് സംഘത്തെയും അവിടുന്ന് തയ്യാർ ചെയ്യുകയാ പടച്ചറബ്ബേ അവിടുന്ന് പുറപ്പെടുമ്പോ അവിടുന്ന് ഈ സംഘമങ്ങ് പുറപ്പെടുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പടച്ചറബ്ബേ 2 തോൽപാത്രം ഈത്തപ്പഴം എടുത്തിട്ട് അതാ സ്വഹാബത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണല്ലോ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സ്വഹാബത്തിന്റെ ഭക്ഷണമായിട്ടാ കൊടുക്കുന്നത് അതാ അവിടുന്ന് സ്വഹാബത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് അവർ ചില ആളുകൾ ആ കൂട്ടത്തിൽ നിന്ന് അവരെ തന്നെ തമ്മിൽ സംസാരിക്കുകയാണ് എന്താണ് റസൂലുള്ള കാണിച്ചിരിക്കുന്നത് നമ്മൾ ഇത്രയും ആളുകളുണ്ടല്ലോ ഇത്രത്തോളം ആളുകളുണ്ടല്ലോ എന്നിട്ടെന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇത്രയോ കുറഞ്ഞ രീതിയിലാണ് നമുക്ക് ഭക്ഷണം തന്നിരിക്കുന്നത് അതാ ചില സഹാബത്ത് പറയുകയാ
നമ്മൾ ഒരുപാട് പേരുള്ളത് റസൂലുള്ളാഹിക്ക് അറിയില്ലായിരുന്നു. ഏകദേശം 300-ലേറെ ആളുകളുണ്ടായിരുന്നു. 300-ന്റെ മുകളിൽ ആളുകളുണ്ടായിരുന്നു. അതാ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ച റബ്ബേ അവിടെ നിതങ്ങ് കൊടുക്കുമ്പോൾ പടച്ച റബ്ബേ ഒരിക്കലും തന്നെ ആ പാത്രത്തിലുള്ള അള്ളാന്റെ ഹബീബ് കൊടുത്ത ഈ പാത്രത്തിലുള്ള ഈത്തപ്പഴം കൊണ്ട് അവർക്കൊരിക്കലും തന്നെ ഭക്ഷണം കഴിച്ചാൽ അവിടെ നിന്ന് തികയുകയില്ല. അവിടെ വിശപ്പകറ്റാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. ഇത് സ്വഹാബത്തിന് അവിടെ നിന്ന് മനസ്സിലായപ്പോ പടച്ച റബ്ബേ ചിലര് പറഞ്ഞല്ലോ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് കടന്നു ചെന്നിട്ടെന്ന് ചോദിക്കണേ. അതാ ചില സഹാബത്ത് കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടെ നിന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾ 300-ലേറെ ആളുകളുണ്ട് നബിയെ. ഈ ഈത്തപ്പഴമെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ കഴിച്ചാൽ ഞങ്ങളുടെ വിശപ്പൊരിക്കലും തന്നെ അവിടെ നിന്ന് അകറ്റാൻ കഴിയില്ലല്ലോ. പടച്ച റബ്ബേ അവിടുന്ന് പ്രയാസം പറയുമ്പോ റസൂലുള്ളാഹി പറയുകയാണ്, നിങ്ങളുടെ വരവ് കണ്ടാൽ തന്നെ എനിക്കറിയാം, നിങ്ങൾ പരാതിക്ക് വേണ്ടി വന്നവരാണെന്ന് എനിക്കറിയാമല്ലോ, നിങ്ങൾ വരുമെന്ന് എനിക്കറിയാമല്ലോ. അതുകൊണ്ട് എന്റെ കയ്യിൽ ഇതിനേക്കാളും നിങ്ങളിലേക്ക് തിരിച്ചു തരാൻ എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിലോ ഞാനത് വെച്ചു തരുമായിരുന്നല്ലോ. ഞാൻ ഒരിക്കലും പിടിച്ചു വെക്കുന്നവരല്ലല്ലോ എന്നതാ റസൂലുള്ളാഹി അവിടുന്ന് പറയുമ്പോ പടച്ച റബ്ബേ പിന്തിരിഞ്ഞുകൊണ്ട് പോരുന്ന സഹാബത്ത് അല്ലാഹുവേ അവർക്ക് മനസ്സിലായി റസൂലുള്ളാഹി എന്നിലേക്ക് തരുന്നത്, ഞങ്ങളിലേക്ക് നീട്ടിയത് റസൂലുള്ളാഹിന്റെ അടുത്ത് നീ ഒന്നും തന്നെ തരാനില്ല, അതുകൊണ്ടാണെന്ന് മനസ്സിലായിട്ട് വിഷമത്തോട് കൂടിയിട്ട് അവിടുന്ന് പിന്തിരിഞ്ഞു പോരുമ്പോ ഉടനെ അതാ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് അതാ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ് فإن مع العسر يسرا إن مع العسر يسرا. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നാൽ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തെടുത്തുകൊണ്ട് അതാ അവിടുന്ന് അള്ളാഹുവിന്റെ ദിവ്യബോധനത്തിന്റെ പടപ്പാട്ടുമായി കൊണ്ട് അതാ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. ഇതങ്ങ് പറഞ്ഞുമ്പോ പടച്ച റബ്ബേ ഉടനെ അതാ റസൂലുള്ളാഹി പിന്തിരിഞ്ഞു പോയ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പറയുകയാണ്, യാ സഹാബാ അബ്ശിറൂ അബ്ശിറൂ അബ്ശിറൂ, നിങ്ങളൊന്ന് സന്തോഷിക്കണേ സഹാബ. അല്ലാഹ് ഇടപെട്ടല്ലോ, അല്ലാഹ് ആയത്തിറക്കിയിട്ടുണ്ടല്ലോ. അതാ അവിടുന്ന് മുത്തുനബി ഈ ആയത്തിനെ ഓതിക്കൊടുക്കുകയാണ്. ഈ സന്തോഷ വാർത്ത കൊണ്ട് ഈ ആയത്തിനെ അവിടുന്ന് ഓതിക്കൊടുക്കുകയാ. നിങ്ങൾക്ക് അവിടുന്ന് സന്തോഷം കടന്നു വരുമെന്ന്, ആനന്ദം കടന്നു വരുമെന്ന്, ഇതിനേക്കാളും വലിയ സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നോ അതാ അവിടുന്ന് റസൂലുള്ളാഹി പറയുമ്പോൾ പടച്ച റബ്ബേ വലിയ ആനന്ദത്തോടു കൂടി സന്തോഷത്തോടു കൂടി അതാ അവിടുന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് സഹാബത്തിന് യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ഈ ആയത്തെപ്പ ഇറങ്ങിയത് യുദ്ധത്തിന് വേണ്ടി പോകുന്ന സഹാബത്തിന്റെ മുമ്പിൽ അള്ളാന്റെ റസൂൽ 300-ലേറെ വരുന്ന സഹാബത്ത്, ഈ സഹാബത്തിന്റെ മുമ്പിൽ 2 ചെറിയ തോൽപാത്രത്തിൽ ഈത്തപ്പഴം കൊടുത്തു. അവർക്കത് തികയില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായി. റസൂലുള്ളാഹിക്കും അറിയാം. പരാതിയുമായി വന്ന് സഹാബത്തിന്റെ മുമ്പിൽ പറഞ്ഞു, സഹാബ ഇതിനേക്കാളും നിങ്ങളുടെ കയ്യിലേക്ക് വെച്ചു തരാൻ എന്റെ പക്ഷത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നു സഹാബ, എന്റെ കയ്യിലില്ല. ഈ പരാതി പറഞ്ഞപ്പോ ഉടനെ അതാ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരിക. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, നിങ്ങൾക്ക് വിജയമുണ്ട്. നമ്മൾ പറയുമല്ലോ അല്ലെ, ഒരു കുണ്ടുണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടെങ്കിൽ പിന്നെ ഇറക്കം വരുമെന്ന് അല്ലെ നമ്മൾ സഞ്ചരിക്കുമ്പോ നമ്മൾ പറയാറുണ്ട്. അല്ലാഹു തആല ബോധം തരട്ടെ. നമ്മൾ എത്ര പ്രയാസപ്പെട്ടാലും പിന്നീട് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. വലിയൊരു വിജയം നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും. പല ആളുകളും പരാജയപ്പെട്ട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി
ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് പിന്നെയാണ് അവർക്ക് വലിയ വിജയത്തിലേക്ക് എത്തിയത് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തരുടെയും ചരിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ എത്ര വലിയ കോടീശ്വരരാണ്, എത്ര വലിയ പണക്കാരാണ് എന്ന് പറയുന്ന ആളുകൾ, അവരൊക്കെ ജീവിതത്തിനകത്ത് വലിയ വിഷമങ്ങൾ സഹിച്ചിട്ടാണ് ഇന്ന് അവർ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിയത്. മനസ്സിലായോ? അവരൊക്കെ നമ്മൾ പറയും, ഓരൊക്കെ വലിയ പണക്കാര്, പഠിച്ചോ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ പണം കണ്ട് കൊടുത്തതല്ല അവരൊക്കെ അധ്വാനിച്ചിട്ടുണ്ടാക്കിയതാ. MA യൂസഫ് അലി, നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ മനുഷ്യനാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഒരുപാട് പാപങ്ങളുടെ കണ്ണീരൊപ്പിയ മനുഷ്യനാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, ഒരുപാട് ആളുകൾ ഇന്ന് ആ മനുഷ്യന്റെ ചെലവിൽ കഴിയുന്നവരുണ്ട്. ആ മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കുന്ന നേടിയെടുക്കുന്ന സമ്പത്തിൽ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എത്രയോ ആയിരക്കണക്കിന് ആളുകളുണ്ട്. പാവപ്പെട്ടവര് വീട് വെച്ച് കൊടുത്തിട്ടും ജപ്തി നോട്ടീസുമായിട്ട് തന്റെ മുമ്പിലേക്ക് കടന്നു വന്നവരെ ഒരിക്കലും പരാജയപ്പെടുത്താതെ പടച്ച റബ്ബേ ഇവന്റെ പണം നമ്മൾ കൊടുക്കണം എന്ന് അവിടുന്ന് തന്റെ കൂടെയുള്ളവരോട് പറഞ്ഞിട്ട് അവിടുന്ന് ഒപ്പിട്ട് ചെക്ക് കൊടുത്തിട്ട് അവരുടെ ജപ്തി നോട്ടീസ് തിരിച്ചു കൊടുത്തിട്ട് അവരുടെ വീട് സ്വന്തമാക്കി കൊടുക്കുന്ന അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്ത പാവങ്ങൾക്ക് മുമ്പിലും ദീനി സ്ഥാപനങ്ങൾക്കും ദീനി സംരംഭങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് സംഘടനകളോ പാർട്ടികളോ ഒന്നും നോക്കാതെ സഹകരിക്കുന്ന ഒരു മനുഷ്യന്, അല്ലെ, നമ്മളൊക്കെ ചർച്ചയാക്കുന്ന മനുഷ്യനാ. ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങൾ നമുക്ക് എടുത്തു നോക്കിയാൽ കഴിയും. പരാജയമായിരുന്നു പ്രിയമുള്ളവരെ, വല്ലാത്ത വിഷമമായിരുന്നു. പിന്നീട് തന്റെ ജീവിതത്തിൽ അധ്വാനവും പരിശ്രമവും പരീക്ഷണങ്ങളുടെ മുമ്പിലൂടെ കടന്നുപോയി അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് ഇന്ന് ആ മനുഷ്യൻ ഏറ്റവും വലിയ കോടീശ്വരനായി കൊണ്ട് ജീവിക്കാൻ അല്ലാഹു തആല സമ്പത്തിലും ജോലിയിലും ജീവിതത്തിലൊക്കെ അല്ലാഹു തആല മനുഷ്യനുള്ള ബർക്കത്ത് കൊടുക്കട്ടെ. അല്ലാഹു സമാധാനം കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.